തലസ്ഥാന നഗരിയെ യാഗശാലയാക്കി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച ഭക്തലക്ഷങ്ങൾ. ആത്മസമർപ്പണത്തിന്റെ പൊങ്കാലയർപ്പിച്ച മനസ്സ് നിറഞ്ഞ ഭക്തർ വീടുകളിലേക്ക് മടങ്ങി. പൊങ്കാലയർപ്പിക്കാനെത്തിയ ഭക്തർക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് നഗരസഭയടക്കം ഒരുക്കിയിരുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. കനത്ത ചൂടിലും പൊങ്കാലപുണ്യം നുകരാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ 10:30 ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും പകർന്ന ദീപം മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് കൈമാറി. മേൽശാന്തി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ തീ പകർന്ന ശേഷം ദീപം സഹമേൽശാന്തിക്ക് കൈമാറി. പിന്നീട് വലിയ തിടപ്പള്ളിയിലും പണ്ടാരയടുപ്പിലും അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്ര പരിസരത്തും നഗരത്തിലുമുള്ള ലക്ഷോപലക്ഷം പൊങ്കാല അടുപ്പുകളെയും ജ്വലിപ്പിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വിശ്വാസികൾ പൊങ്കാലയർപ്പിച്ചു. തലസ്ഥാന നഗരത്തിലെ വീഥികളിലെ അടുപ്പുകളിൽ ആത്മസമർപ്പണത്തിന്റെ പൊങ്കാല തിളച്ചു തൂവി. പിന്നീട് നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പ്. ഉച്ചയ്ക്ക് 2:30 ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രപൂജാരി പണ്ടാരയടുപ്പിലെ പൊങ്കാല നിവേദിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് നിയോഗിച്ച 250-ലേറെ പൂജാരിമാർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പൊങ്കാല നിവേദിച്ചു. നിവേദ്യ സമയത്ത് വായുസേനയുടെ ഹെലികോപ്റ്റർ ആകാശത്തുനിന്നും പുഷ്പവൃഷ്ടിയും നടത്തി. പൊങ്കാലയർപ്പിച്ച് മടങ്ങുന്ന ഭക്തർക്കായി KSRTC 500 ബസ്സുകൾ ഒരുക്കിയിരുന്നു. നിറഞ്ഞ മനസ്സോടെ പൊങ്കാലയർപ്പിച്ച് അടുത്ത പൊങ്കാലയ്ക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ ഭക്തർ വീടുകളിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, അമൃത TV.